ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ അല്ലേ, നമ്മളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് മക്കളൊക്കെ ആയി നമ്മുടെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ടാവും. അവർക്ക് ചോറൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട പാഠങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത് അവരുടെ കൂടെ കഴിയുന്ന ആ ഒരു സന്തോഷ കാലഘട്ടം തന്നെയാണ്. അന്നൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണെങ്കിലും അതിനൊരു സുഖം ഉണ്ടായിരുന്നു. ഈ മക്കളൊക്കെ വലുതായി അവർ വിവാഹമൊക്കെ കഴിച്ച് വേറെ പോയി നമ്മൾ ഒറ്റയാകുമ്പോഴും നമുക്ക് ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നുകയാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ എത്രയൊക്കെ ആയാലും എത്രയൊക്കെ ആയാലും മക്കൾ വലുതായി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒറ്റപ്പെടും. ഇപ്പം ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ കൂടുതൽ ഒറ്റപ്പെടും, അതുപോലെ ഭാര്യ മരിച്ചു പോയാൽ ആ ഭർത്താവ് ഒറ്റപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നും ഇനി എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നും. പക്ഷെ നമ്മൾ ജീവിതത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച സ്ഥിതിക്ക് നമ്മൾ ജീവിക്കുകയാണെന്ന് മാത്രം. പക്ഷേ ഈ മക്കൾ എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ഒരു നിമിഷം പോലും ഓർക്കുന്നില്ല? എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. അമ്മ ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ആ അമ്മയെക്കുറിച്ച് അവർ ഒരിക്കലെങ്കിലും അവർ ചിന്തിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ ഈ കാലത്തെ കുട്ടികളെല്ലാം എന്താണ് ഇങ്ങനെ? പക്ഷേ ഞാനൊക്കെ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അമ്മയുടെ അടുത്ത് ഓടിയെത്തും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വീടുകളിലെല്ലാം പോവുകയും എടുക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത്രമാത്രം വലിയ വഴക്കൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അമ്മയെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം അവർ വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കരുതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എത്ര സ്നേഹിച്ചാലും തിരിച്ചൊരിത്തിരി സ്നേഹം പോലും നമുക്ക് തരാത്ത ഈ കാലഘട്ടത്തിൽ നമ്മളും അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പൊരുതി ജീവിക്കുക. എന്തായാലും നമ്മൾ വരുമ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് എന്ന പാഠമാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്നത്. അതിനിടയിൽ ചില അഭിനയ നാടകങ്ങൾ അല്ലേ, ജീവിതം തന്നെ ഒരു സിനിമ പോലെയാണ്. നമ്മൾ ആദ്യം കുഞ്ഞാവുന്നു, കുട്ടിയാവുന്നു, പിന്നെ ആ കുട്ടി വളർന്നൊരു യുവതിയാവുന്നു. യുവതിയുടെ ഇത് കഴിഞ്ഞ് അവൾ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവളൊരു സ്ത്രീയായി, പിന്നെ അവളൊരു അമ്മയായി, അമ്മാമ്മയായി, പിന്നെ അമ്മൂമ്മയായി, മുത്തശ്ശിയായി, അങ്ങനെ പല പല റോളുകൾ. അതിൻ്റെ ഇടയിൽ നമ്മളുടെ കുട്ടികളുണ്ടാവുന്നു, അവരുടെ സ്നേഹങ്ങളും പരിലാളനങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒറ്റപ്പെടുകയാണ്. മിക്ക വീടുകളിലും കാരണവന്മാർ അല്ലെങ്കിൽ അമ്മയും അപ്പനും ഒക്കെ USA, UK, അമേരിക്കയിൽ, സൗദിയിലൊക്കെ ആയിരിക്കും. അവരൊക്കെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മിക്ക വീടുകളിലും തന്നെ ഹോം നഴ്സുകളാണ് ഉള്ളത്. ഇന്ന് ഈ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ആരുടെയും മുമ്പിൽ നമ്മൾ തല കുനിക്കാൻ നിൽക്കരുത്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മളെ ജനിപ്പിച്ചത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു തെറ്റുകാരല്ല എങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഉണ്ടാവും. പിന്നെ അസുഖങ്ങൾ വന്ന് മരിച്ചു പോകാത്ത ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ അല്ലേ. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഹാർട്ട്, ലിവർ, അല്ലെങ്കിൽ കിഡ്നി, അല്ലെങ്കിൽ വയറ് സംബന്ധമായ പല പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്നെല്ലാം നമ്മൾ കരകയറണം. നമ്മളുടെ കൂടെ ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി നമുക്ക് ജീവിതം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥകൾ വെച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കട്ടെ. ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ സധൈര്യം മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഓക്കെ ഗൈസ്, ബൈ.